തങ്കക്കളരിയിൽ വീരാളി പട്ടുതുത്ത മലയാളം, തങ്കത്തളികയിൽ നവയുഗ കാവ്യം വിളമ്പി നിൽപ്പവൾ മലയാളം, 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 മലയാളം. കാൽപ്പനികതയുടെ സുദീർഘമായ പാരമ്പര്യത്തിൽ നിന്ന് മൗലികമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതാണ് 1960-കൾ. എന്നാൽ അതേ കാലത്ത് തന്നെ കാൽപ്പനികതയുടെയും ആധുനികതയുടെയും ശക്തവും സുന്ദരവുമായ ധാരകളെ സമന്വയിപ്പിച്ച ഒരു കൂട്ടം കവികൾ ഉയർന്നു വന്നു. അവരിൽ പ്രമുഖയാണ് മലയാള കവയത്രിമാരിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന സുഗതകുമാരി. ആധുനിക കാല റൊമാൻറ്റിക് എന്നും അഭിനവ റൊമാൻറ്റിക് എന്നും അവർ വിശേഷിപ്പിക്കപ്പെട്ടു. കടൽ പോലൊരു തേങ്ങലും തിരക്കോളും ഇടിവെട്ടുമ്പോൾ പൊട്ടിയടങ്ങും കരച്ചിലും പിടയും നെഞ്ഞിന്നടിയാഴത്തിൽ തീയും തീയും കടൽ 1961 കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമൊക്കെയായിരുന്ന ബോധേശ്വരന്റെ മകളായ സുഗതകുമാരിയുടെ ആദ്യ കാവ്യസമാഹാരം പുറത്തു വന്നത്. മുറിക്കുള്ളിൽ കൊളുത്തിയ നിലവിളക്കുണ്ട്, താഴെ മയിൽ പീലിയൊന്ന് പാറി കിടന്നിടുന്നു. ഞാൻ എഴുതിയ എല്ലാ നോട്ട് ബുക്കുകളിൽ ഇങ്ങനെ വെക്കും. അയക്കാനൊക്കെ പേടിയാണ്. പക്ഷെ വലിയ ആളുകളുടെ കാലമാണത്. അങ്ങനെ ഇരുന്നപ്പോൾ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ മഹായോഗം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. അന്ന് പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിലൊരു കവിതാ മത്സരം നടന്നു. ഞാനും ഒരു കവിത അയച്ചു. ഞാനിന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ഞാനും കവിത അയച്ചു. എൻ്റെ പേരിൽ അയക്കാൻ പേടി. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അനന്തരം ഒരു കുട്ടി, എന്നെക്കാളും 4-5 വയസ്സിന് എളുപ്പമുള്ള ഒരു കുട്ടി ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന്. അവൻ്റെ പേരിൽ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കെയർ ഓഫ് വെച്ചാണ് അയച്ചത്. ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു അവനൊരു കാർഡ് വന്നു. പ്രിയപ്പെട്ട ശ്രീകുമാർ, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ ഈ വർഷത്തെ കവിതാ സമ്മാനം, 1ാം സമ്മാനം നിങ്ങൾക്കാണ്. അത് അഭിനന്ദനങ്ങൾ. അത് സ്വീകരിക്കാൻ ഇന്ന ദിവസം ഇത്ര മണിക്ക് പന്തലിൽ വരണമെന്ന് അറിയിക്കുന്നു. അഭിനന്ദനങ്ങൾ എന്നും പറഞ്ഞ് എസ് ഗുപ്തൻ നായർന്ന് ഒപ്പിട്ട ഒരു കാർഡ് ശ്രീകുമാരനും കൊണ്ടുവന്ന് എൻ്റെ തന്നു. അപ്പോൾ ഞാനങ്ങനെ സന്തോഷിച്ച് ഭൂമിയിലെങ്ങും അല്ല മതി മറന്നങ്ങനെ നടക്കുമ്പോഴാണ് അച്ഛൻ കയറി വരുന്നത്. അച്ഛൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു അവൾക്ക് 1ാം സമ്മാനം കവിതയ്ക്ക്. അകത്തോട്ട് കയറാൻ തുടങ്ങിയ അച്ഛൻ അവിടെ നിന്നു. ശ്രീകുമാരൻ്റെ പേരിലാണോ കവിത അയച്ചത്? അതെ. അച്ഛനൊന്നും വേണ്ടിയില്ല. അച്ഛൻ തിരിഞ്ഞങ്ങ് നടന്നു. എനിക്കാണെങ്കിൽ സങ്കടവും ദേഷ്യവും ഒക്കെ കൂടെ ഒരക്ഷരം, ഒരു നല്ല വാക്ക് അച്ഛൻ പറഞ്ഞില്ലല്ലോ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അച്ഛൻ തിരിച്ചെത്തിയത്. തിരിച്ചു വന്നപാടെ എന്നെ വിളിച്ചു. അതങ്ങ് മറന്നേക്ക്, ഞാനിത് പോയി ക്യാൻസൽ ചെയ്തു. ഓ, ഒരു ഒരു തേങ്ങലായിരുന്നു അങ്ങോട്ട്. അയ്യോ, ക്യാൻസൽ ചെയ്തോ? എന്താ അച്ഛാ അങ്ങനെ ചെയ്തേ? അപ്പോൾ പറഞ്ഞു, നീ എന്താ സ്വന്തം പേരിൽ കവിത അയക്കാത്തത്? ഞാൻ പറഞ്ഞു, അതിനെന്താ, എൻ്റെ കവിതയല്ലേ, ഇത് വേറെ ആരും അവകാശപ്പെടില്ലല്ലോ. ഞാനുണ്ടായിരുന്നു ജഡ്ജിങ് കമ്മിറ്റിയിൽ. ഞാനും എൻ കൃഷ്ണപിള്ളയും ഗുപ്തൻ നായരും ആയിരുന്നു കമ്മിറ്റി. അങ്ങനെ ഞങ്ങളിരുന്നുകൊണ്ട് ഞാനിരിക്കുന്ന കമ്മിറ്റി നിനക്ക് സമ്മാനം തരാൻ പാടില്ല. ഞാനൊരു 3-4 ദിവസം കരഞ്ഞു. കൊച്ചല്ലേ, ഒരു 3-4 ദിവസമൊക്കെ കരഞ്ഞുകൊണ്ട് നടന്നു. പിന്നെ അങ്ങ് വിട്ടു. ഈ ഗോപിക എൻ്റേത് മാത്രമാണ്. മറ്റുള്ള ഗോപികമാരിൽ നിന്നും തികച്ചും വിഭിന്നയാണ്. എല്ലാ ഗോപികമാരും ശ്രീകൃഷ്ണൻ്റെ അമ്മമാരോ സഖിമാരോ കാമുകിമാരോ ആരൊക്കെയോ ആണ്. വിഭിന്ന ഭാവങ്ങളിലുള്ള ബന്ധങ്ങൾ.
എന്നാൽ ഇവൾ മാത്രം അരികിലെങ്ങും പോയില്ല. ഒരു തവണ പോലും ആ സന്നിധിയിൽ എത്തിയിട്ടില്ല. ഏറെ ദൂരം മാറി നിന്ന് പൂജിക്കുക മാത്രം ചെയ്തു. കൃഷ്ണ, നീ എന്നെ അറിയില്ല എന്നവൾ വിചാരിച്ചു. എന്നാലോ ഇവിടെ അമ്പാടി തന്നൊരു കോണിലരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. ഇവിടെ അമ്പാടി തന്നൊരു കോണിലരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. കൃഷ്ണ, നീ എന്നെ അറിയില്ല. ശബളമാം പാവാടഞ്ഞൊറികൾ ചുഴലുന്ന കാൽത്തളകൾ കളശിഞ്ചിതം പേകേ. ശബളമാം പാവാടഞ്ഞൊറികൾ ചുഴലുന്ന കാൽത്തളകൾ കളശിഞ്ചിതം പേകേ. അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി. ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ തിരുമുമ്പിൽ ഒരു നാളും എത്തിയിട്ടില്ല. കൃഷ്ണ, നീ എന്നെ അറിയില്ല. ചപല കാളിന്തി തൻ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചു മിഴിക്കൂമ്പി. ചപല കാളിന്തി തൻ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചു മിഴിക്കൂമ്പി. വിറപൂണ്ട കൈ നീട്ടി നിന്നോടു ഞാൻ എൻ്റെ ഉടയാട വാങ്ങിയിട്ടില്ല. കൃഷ്ണ, നീ എന്നെ അറിയില്ല. ഇരുണ്ട ആധുനികതയുടെ പ്രയോക്താക്കൾ ഉപേക്ഷിച്ച ഭാവതീവ്രത, സുന്ദരപദാവലി, താളം, ലയം, സംഗീതം എന്നിവയൊക്കെ സുഗതകുമാരിയുടെ ശക്തിയായിരുന്നു. പിറവിയെടുത്തെടുത്ത് നിന്ന് വളർന്ന് വികസിച്ച് പോഷകനദികൾ ഉൾച്ചേർന്ന് വലുതായി വലുതായി ഒഴുകി വരുന്ന ഒരു മഹാനദി പോലെയാണ് ടീച്ചറുടെ കവിത എന്നാണ് എനിക്ക് തോന്നാറ്. ഈ പ്രവാഹത്തിനും നമ്മുടെ കേരളീയതയിലെ മാതൃത്വത്തിന് വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്ന് നമുക്ക് ബോധ്യമാണ്. വിടുവേല തീർക്കാതെ ഉടുചേല കിഴിവതും മുടിയഴിവതും കണ്ടിടാതെ. കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ. ആധുനികതയുടെ മുഖമുദ്രകളായ നിസ്സഹായതയും വിഷാദവും ആകുലതകളും ഇച്ഛാഭംഗവും വർത്തമാനകാല സമൂഹത്തിലെ അധർമ്മങ്ങളോടുള്ള കടുത്ത വിയോജിപ്പുമൊക്കെ സുഗതകുമാരിയുടെയും മുദ്രകളായി. പക്ഷേ ആധുനികരുടെ ജീവിത നിഷേധത്തോടല്ല, എല്ലാ സങ്കടങ്ങളും നിറഞ്ഞ ജീവിതത്തോടുള്ള ഒടുങ്ങാത്ത പ്രണയവും സുഗതകുമാരിയെ അവരിൽ നിന്ന് മാറ്റി നിർത്തുന്നു. മലയാള കവിതയിൽ വിഷാദപൂർണമായൊരു പ്രത്യാശയുടെ അതിജീവന ബലതന്ത്രം സൃഷ്ടിച്ച എഴുത്തുകാരിയാണ് സുഗതകുമാരി ടീച്ചർ. സുഗതകുമാരി ടീച്ചറുടെ കവിത കാൽപ്പനികമല്ല, അത് അഗാധമായ വേദനയിൽ നിന്ന് ഉരുവം കൊണ്ടതാണ്. കരച്ചിലിനെ അനുസരിച്ച എഴുത്തുകാരിയാണ്. കവി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, കവയിത്രി എന്നൊന്നും പറയേണ്ടതില്ല, കവി തന്നെയാണ്. പുരുഷ കേസരികൾ അരങ്ങുവാണ മലയാള കവിതയുടെ ആധുനിക തട്ടകത്ത് സ്വന്തം സിംഹാസനം സൃഷ്ടിച്ച് അവിടെ കയറിയിരുന്ന എഴുത്തുകാരിയാണ്. അജ്ഞാതഹേതുകവും അനാദ്യന്തവും സമൂഹ നിരപേക്ഷവുമായ ദുഃഖമെന്ന അന്തർഭാവമാണ് സുഗതകുമാരിയുടെ കാവ്യലോകത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന എം ലീലാവതി. കവിത അഥവാ സർഗാത്മക ശക്തി എന്നുള്ളത് തനിക്ക്
ഒരു ദൈവദത്തമായ ഒരു സിദ്ധിയാണ് എന്നുള്ള തോന്നലോടുകൂടി തുടക്കത്തിൽ തന്നെ കവിത എഴുതിയ വ്യക്തിയാണ്. അപ്പോൾ കാളിയമർദ്ദനം പോലുള്ള കൃതിയായാലും ശരി, ഗജേന്ദ്രമോക്ഷം പോലുള്ള കൃതിയായാലും ശരി, അതിലൊക്കെ ഈ ദിവ്യതയുടെ സാന്നിധ്യമുണ്ട്. ശ്യാമരാധയായി വന്നൊരിൻ വൈശാഖയാമിനി നിന്നെ നോക്കി നിൽക്കുന്നു ഞാൻ. ശ്യാമരാധയായി വന്നൊരിൻ വൈശാഖയാമിനി നിന്നെ നോക്കി നിൽക്കുന്നു ഞാൻ. എന്തിനെന്നറിയാതെ ഈ ആന്തരിക ദുഃഖത്തെ ഓമൽ പൈതലിനെ പോലെ മാറത്തടുക്കി പിടിക്കുന്നു അത്രേ ഈ കവയത്രി. ഇക്കാര്യത്തിൽ ആശാൻ ജി ശങ്കരക്കുറുപ്പ്, ബാലാമണിയമ്മ, ചങ്ങമ്പുഴ തുടങ്ങിയ അന്തർദുഃഖാനുരാഗികൾക്കൊപ്പമാണ് സുഗതകുമാരിയെന്നും ലീലാവതി വിലയിരുത്തുന്നു. അതേസമയം സാമൂഹ്യമായ അധാർമികതകളോടും ജീർണതകളോടും നിസ്സഹായമായെങ്കിലും അതിതീവ്രമായി പ്രതികരിക്കുന്ന കവിയാണ് സുഗത. ദ്രാവക രൂപത്തിലായി വളരെ വിവൃതമായി ഉള്ള ഒരു ഘടനയൊക്കെയുള്ള ചങ്ങമ്പുഴയുടെ കവിതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കൂടി സാന്ദ്രവും ധ്വനിസാന്ദ്രവും ഭാഷാപരമായും ധ്വനിപരമായും സാന്ദ്രമായ ഒരു ഭാവഗീതാത്മകത സാക്ഷാത്കരിച്ചു ടീച്ചർ. സുഗതകുമാരി ടീച്ചർ നിരവധി വർഷങ്ങളായി താമസിക്കുന്ന വീടാണ് നമുക്ക് പിന്നിൽ കാണുന്നത്. മലയാള കവിതയിൽ മാത്രമല്ല, കേരളീയ സാമൂഹ്യ ജീവിതത്തിലും പാരിസ്ഥിതിക ജീവിതത്തിലും സ്ത്രീകളുടെ ജീവിതത്തിലുമൊക്കെ തന്നെ കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായി ഏറ്റവും ക്രിയാത്മകമായി ഇടപെടുകയും സജീവമായി ആ പ്രശ്നങ്ങളിൽ എല്ലാ അർത്ഥത്തിലും പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സുഗതകുമാരി ടീച്ചർ. അഴിവാതിലൂടെ പരുങ്ങി വന്നെത്തുന്നു പവിഴമല്ലി പൂവിൻ പ്രേമം. അഴിവാതിലൂടെ പരുങ്ങി വന്നെത്തുന്നു പവിഴമല്ലി പൂവിൻ പ്രേമം. ഇരുളിൽ ഉറങ്ങാതിരിക്കും കവിയുടെ മിഴിയിൽ നിലാവ് പൂശുന്നു. ഇരുളിൽ ഉറങ്ങാതിരിക്കും കവിയുടെ മിഴിയിൽ നിലാവ് പൂശുന്നു. നെറുകയിൽ തഴുകുന്നു, കാതിൽ മന്ത്രിക്കുന്നു കവി. ആഫ്രിക്കയിലെ പട്ടിണി മരണത്തെക്കുറിച്ച് ബയാഫ്രയിലും തലശ്ശേരിയിലെ രാഷ്ട്രീയ അക്രമങ്ങളെക്കുറിച്ച് തലശ്ശേരികളിലും അവർ അതീവ ദുഃഖത്തോടെ പാടി. പിൽക്കാലത്ത് കേരളം കണ്ട ഏറ്റവും പ്രമുഖയായ പരിസ്ഥിതി പ്രവർത്തകയും സാമൂഹ്യ സേവകയുമായി തീർന്നതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ സുഗതകുമാരിയുടെ സാമൂഹ്യ ആഭിമുഖ്യം പ്രകടമായിരുന്നു. ആധുനിക കാലത്തെ സ്വാർത്ഥത, അധർമ്മം, അഴിമതി, ഹിംസ എന്നിവയെക്കുറിച്ചൊക്കെ അവർ എഴുതി. എങ്കിലും പ്രണയവും വിഷാദവും തന്നെയാണ് സുഗതകുമാരിയുടെ മുഖമുദ്രകൾ. സുഗതകുമാരി ടീച്ചർ ഒരു കവിയും സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെയാണ്. അപ്പോൾ ഈ വിഭിന്ന വ്യക്തിത്വങ്ങൾക്കിടയിൽപ്പെട്ട് അവരുടെ കവിത ഒരല്പം എന്താ പറയുക യാതന അനുഭവിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒരു പക്ഷേ കവിതയിൽ മാത്രമായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ടീച്ചർ ഇതിനേക്കാൾ ഒരുപാട് എഴുതുമായിരുന്നു. കൊഴിയുന്ന പൂക്കൾ കൊരുക്കുവാൻ പിറ്റേന്ന് പുലരി വന്നെത്തി നോക്കുമ്പോൾ പല തുള്ളി കണ്ണീരു വീണു നനഞ്ഞൊരാ കടലാസിൻ ശൂന്യമാറിൽ. ആത്മസമർപ്പണമായ കാൽപ്പനിക പ്രണയത്തിൻ്റെയും അസംതൃപ്തമായ അനുരാഗത്തിൻ്റെയും അന്തർദാഹമാണ് അവരുടെ കൃഷ്ണകവിതകൾ എന്ന് ബെഞ്ചമിൻ. നിത്യവിരഹവേദനയുടെ ശാശ്വത പ്രതീകങ്ങളായ രാധാകൃഷ്ണന്മാരെ പറ്റി ഇത്രയധികം പാടിയ മറ്റൊരു ആധുനിക കവിയില്ല. കാടാണ്, കാട്ടിൽ കടമ്പിൻ്റെ ചോട്ടിൽ കാൽ തൂക്കിയിട്ടിരിപ്പാണ് രാധ. ഒരു വൃന്ദാവന രംഗം എന്ന കവിത. താഴെ പടിഞ്ഞിരുന്ന് ഏകാഗ്രനായതിൽ കോലരക്കിൻ ചാറ് ചേർപ്പു കണ്ണൻ. അവിടെയാണ് സുഗതകുമാരി ടീച്ചർ സ്ത്രീക്കൊരു വല്ലാത്ത പദവി കൊടുത്തിരിക്കുന്നത്. സ്ത്രീ സുഗതകുമാരിയുടെ രാധ കടമ്പിൻ്റെ മുകളിൽ കാൽ തൂക്കി ഇട്ടിരിക്കുകയാണ്. കൃഷ്ണൻ താഴെയാണ്. താഴെ പടിഞ്ഞിരുന്ന് രാധികയുടെ കാലിൽ ചെമ്പഞ്ഞിച്ചാറിൻ്റെ കോലരക്കിൻ്റെ ചാറ് ചേർക്കുകയാണ്.
ഭക്തിക്കൊക്കെ അപ്പുറം ആധുനിക കവിതയുടെ ഭാവസവിശേഷതകളായ അദമ്യവും ദുശ്ശമവും ആയ ആന്തരതൃഷ്ണയും അപ്രാപ്യത്തിനു വേണ്ടിയുള്ള വെമ്പലുമാണ് അതിൻ്റെ കാതൽ എന്ന് ബെഞ്ചമിൻ. ദുഃഖായോഗമെന്ന് വിളിക്കാവുന്ന സുഗത കവിതയിലെ അന്തർനാദം മിസ്റ്റിക്കുകളുടെയും പ്രവാചകരുടെയും ഋഷികളുടെയും ദിവ്യഗായകരുടെയും നാദങ്ങളിൽ കേൾക്കുന്നതാണെന്ന് ലീലാവതി. മലയാളം 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 മലയാളം. അരനൂറ്റാണ്ടിലേറെയായി കവിത എഴുതുന്ന സുഗതകുമാരി ഘടനാപരമായ ഒരു പരീക്ഷണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് പ്രൊഫസർ ലീലാവതി. അതേസമയം തൻ്റെ കലാസപര്യ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കി കഴിയുമ്പോഴും മലയാളത്തിലെ ഏറ്റവും ഉന്നതയായ കവിയായി സുഗതകുമാരി തുടരുന്നു എന്നുള്ളതും ശ്രദ്ധേയം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. 1970കളുടെ അവസാനത്തോടെ സൈലന്റ് വാലി പ്രക്ഷോഭത്തിലാണ് കേരളം ആദ്യമായി ഒരു വലിയ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ തുടക്കം കണ്ടത്. കവികളും കലാകാരന്മാരും ശാസ്ത്രജ്ഞരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ കൈകോർത്ത ആ സമരത്തിലായിരുന്നു സുഗതകുമാരിയുടെ സാമൂഹ്യ പ്രവർത്തകയായുള്ള മാമോദിസ. സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ മനസ്സ് പോയിട്ടും അതിനെപ്പറ്റിയൊക്കെ എഴുതിയിട്ടുമൊക്കെ ഉണ്ടെങ്കിലും അതിലോട്ട് ഇത്രയും അങ്ങോട്ട് ആണ്ടും മുഴുകി എന്ന് പറയുന്നത് സൈലന്റ് വാലി കാലം തൊട്ടാണ്. ഞാൻ MK പ്രസാദ് എഴുതിയ ഒരു ലേഖനം മാതൃഭൂമിയിൽ വായിച്ച് എനിക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സ് നൊന്ത് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് പ്രസാദും ഒക്കെ കൂടെ സൈലന്റ് വാലി സംരക്ഷണ സമിതിയിൽ നിന്ന് ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അതിൽ ചേരാനായിട്ട് സ്വയം അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. ശർമാജിയുണ്ട്, പ്രസാദുണ്ട്, സതീഷ് ചന്ദ്രനുണ്ട്. അവരൊക്കെ കൂടെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കണ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ നടുക്ക് ഞാൻ നേരെ ചെന്നു. ഞാൻ ചോദിച്ചു, സൈലന്റ് വാലി സംരക്ഷണ സമിതിയാണോ കൂടിയിരിക്കുന്നത്? അതെയല്ലോ, എന്നെ കൂടെ ചേർക്കാമോ എന്ന് ചോദിച്ചു. ശർമാജി 2 കൈയിൽ നീട്ടി, വരൂ, ഞങ്ങൾക്കൊരു കവിയുടെ കുറവുണ്ട്, വരൂ. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. NV കൃഷ്ണവാര്യരുടെ നായകത്വത്തിൽ സുഗതകുമാരിയും ONV കുറുപ്പും വിഷ്ണുനാരായണ നമ്പൂതിരിയും ഒക്കെ ഉൾപ്പെട്ട കവികളുടെ അന്നത്തെ മുന്നേറ്റം മുമ്പ് ഇടതുപക്ഷ രാഷ്ട്രീയ കാലത്തിന് ശേഷം കണ്ട ഏറ്റവും സക്രിയമായ സാംസ്കാരിക കൂട്ടായ്മയായി. All the people's battles to save nature and to save livelihoods, communities, habitats, culture around it, whether agriculture or the Adivasi culture, that she has made her own contribution. Of the beauty both of your writing, your voice rendered so beautifully by Chitra, even though I didn't understand a word, the music touched me. അഴിവാതിലൂടെ പരുങ്ങി വന്നെത്തുന്നു പവിഴമല്ലിപ്പൂവിൻ പ്രേമം, ഇരുളിൽ ഉറങ്ങാതിരിക്കും കവിയുടെ മിഴിയിൽ നിലാവു പൂശുന്നു, നേറുകയിൽ തഴുകുന്നു, കാതിൽ മന്ത്രിക്കുന്നു, കവിളിൽ ഒരുമ്മ വയ്ക്കുന്നു, കവിളിൽ ഒരുമ്മ വയ്ക്കുന്നു.